ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 5, 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഹോദരനുമായി രമ്യതപ്പെടുക. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 11-ാം തീയതി ബുധനാഴ്ച രാത്രി നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുമ്പോൾ ഈശോ നമ്മോട് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറയുകയാണ്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈശോയുടെ ആഗ്രഹം എന്താണ്? നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നതാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ഈശോയ്ക്കുള്ള ആഗ്രഹമാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം എന്നത്. എത്ര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു നമ്മൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ചെല്ലണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആഗ്രഹിക്കുന്നു നമ്മൾ ഈശോയുടെ വീട്ടിൽ ചെല്ലണമെന്ന്. ഹല്ലേലൂയ. പക്ഷേ ഈശോ ഒരു കാര്യം കൂടെ ചേർക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരെ പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുകയില്ല
നിയമജ്ഞരെ പോലെയും ഫരീസയരെ പോലെയും മാത്രമാണ് നിങ്ങൾ നിയമം പാലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരാൻ സാധിക്കുകയില്ല. നമുക്ക് എന്ത് സങ്കടമാണെന്ന് നോക്കി. നമുക്ക് വലിയൊരു കല്യാണത്തിന് ഏതാണ് പ്രധാനമന്ത്രിയുടെ പോപ്പിൻ്റെ കാര്യം തന്നെ എടുക്കാം. പോപ്പിൻ്റെ സ്ഥാനാരോഹണത്തിന് ചെല്ലാൻ വേണ്ടി നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടി. വിചാരിക്കേ, പോപ്പിൻ്റെ സ്ഥാനാരോഹണം കഴിഞ്ഞു വന്നാലും നമുക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടി, ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി. പക്ഷെ അന്ന് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പാസ്പോർട്ട് കാണാനില്ല, അല്ലെങ്കിൽ പോകാൻ നേരത്ത് ഭയങ്കര തലവേദന, എഴുന്നേക്കാൻ പറ്റുന്നില്ല, നടുവേദന. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? വിസയുണ്ട്, പാസ്പോർട്ടുണ്ട്, ടിക്കറ്റുണ്ട്, പോയാൽ മതി. പക്ഷെ വയറുവേദന കൊണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്തു ചെയ്യും? പോകാൻ പറ്റില്ല. അത്ര നമ്മുടെ അതാണ് ഈശോ പറയാണ്, നമ്മൾ ദൈവരാജ്യത്തിൽ വരണമെന്ന് ആരാഗ്രഹിക്കുന്നു? ഈശോ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. ചേച്ചി സങ്കടമായ? ഹല്ലേലൂയ. സങ്കടമായില്ലേ? ഹല്ലേലൂയ. നമുക്ക് പോകാൻ പറ്റാത്തതിൽ സങ്കടം വേണം. അപ്പോൾ ഈശോ ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്. നമുക്ക് സങ്കടം വരാതിരിക്കാൻ വേണ്ടി ഈശോ ചില കാര്യങ്ങൾ നേരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈശോ പറയുകയാണ്, നിങ്ങൾ കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും കൊല്ലാറുണ്ടോ? ഒരാളെയും നമ്മൾ കൊല്ലാറില്ല. പക്ഷേ ഈശോ തുടർന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് കോപിക്കുന്നവർ, നമുക്ക് സന്തോഷിക്കാം, നമ്മൾ ആരോടും കോപിക്കാറില്ല, അല്ലേ? നമ്മൾ ജനിച്ചിട്ട് ഇതുവരെ ആരോടും കോപിച്ചിട്ടില്ല, ഇനിയിട്ട് ആരോടും കോപിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം നമുക്ക് ബാധകമല്ല. ഹല്ലേലൂയ. കോപിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ കയറുകയില്ല. അതാണ് ഒന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഇനി വല്ലപ്പോഴും കോപിക്കാൻ മനസ്സറിയാതെ കോപിക്കാൻ തോന്നിയാലും ഇത് ഓർത്ത് വെച്ചോളണം, കോപിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രവേശിക്കുക ഇല്ല, സ്പെല്ലിംഗ് ഒന്നും മാറ്റിക്കളയരുത്, പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ കോപിക്കുന്നവർക്ക് രക്ഷയില്ല. അടുത്തതായി, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ അവനും ന്യായവിധിക്ക് അർഹനാകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരെയും വിവരമില്ലാത്തവനെന്നോ വിവരമില്ലാത്തവളെന്നോ വിളിക്കാറുണ്ടോ? മണ്ടി എന്നോ പൊട്ടി എന്നോ വിളിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല. ഇതുവരെ നമ്മൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. നീ നന്ദിയില്ലാത്തവളാണെന്നോ, നീ തോന്നിവാസിയാണെന്നോ, നീ ബുദ്ധിയില്ലാത്തവളാണെന്നോ, ഭോഷനാണെന്നോ, ഭോഷത്തിയാണെന്നോ എന്ന് നമ്മൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയിട്ട് പറയാൻ നിങ്ങളെന്താ ചിരിക്കുന്നത്? ഇനിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ വചനവും നമുക്ക് ബാധകമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ എടുക്കണം. ഈശോ പറയുകയാണ്, നീ കോപിക്കുന്നുണ്ടെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നീ മറ്റുള്ളവരെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, നീ മറ്റുള്ളവരെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ, നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അനുരഞ്ജനപ്പെടാൻ നീ തയ്യാറല്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈശോ പറയുകയാണ്. നമ്മെ ശരിക്കും ദുഃഖിപ്പിക്കേണ്ട, സങ്കടപ്പെടുത്തേണ്ട ഒരു വചനമാണിത്. കാരണം നമ്മൾ അനേകം മനുഷ്യരോട് അനുരഞ്ജനപ്പെടാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകം പേരോട് ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ അങ്ങനെ ജീവിച്ചാൽ, നീ അനുരഞ്ജനപ്പെടാതെ ജീവിച്ചാൽ, നീ അപരന്റെ തെറ്റുകൾ ക്ഷമിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ
നീ അവസാനത്തെ ചില്ലിക്കാശും വീട്ടേണ്ടി വരുമെന്ന് പറയുന്നത് നിന്റെ പാപങ്ങൾക്ക് നീ എണ്ണി എണ്ണി പരിഹാരം ചെയ്യേണ്ടി വരും എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുത്താൽ നമ്മുടെ പാപങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷമിക്കപ്പെടും. അതിന് എണ്ണി എണ്ണി പരിഹാരം ചെയ്യേണ്ടി വരില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് അനുരഞ്ജനപ്പെടാതെയും അവരുടെ പാപങ്ങൾക്ക് ക്ഷമ കൊടുക്കാതെയും ഇരുന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ എണ്ണി 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 പരിഹാരം ചെയ്യേണ്ടി വരും. അത് വേണോ? വേണ്ട. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപരൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അപരനുമായി അനുരഞ്ജനപ്പെടുക എന്ന വലിയ ഒരു സുവിശേഷമാണ്, വചനമാണ്, പഠനമാണ്. ഈ രാത്രിയിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഈശോ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അനുദപിക്കാനുള്ള 1000 മേഖലകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ 100 വീഴ്ചകൾ. നമ്മൾ വചനം പാലിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നമ്മൾ കോപിച്ചുപോയ, കോപിക്കുകയും കലഹിക്കുകയും ചെയ്ത സമയങ്ങൾ, മറ്റുള്ളവരെ പരിഹസിക്കുകയും പഴി പറയുകയും പേരുദോഷമുണ്ടാക്കുകയും ചെയ്ത സമയങ്ങൾ, എല്ലാം നമുക്ക് ഓർത്തനുദപിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മേഖലകളെല്ലാം നമുക്ക് ക്ഷമിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരു അനുരഞ്ജനം സാധ്യമാക്കിക്കൊണ്ട് ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ ക്ഷമിക്കണമേ എന്ന് അപരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ, ക്ഷമിക്കാതിരുന്ന നമ്മുടെ പാപങ്ങളെ, അപരനോട് ക്ഷമിക്കാതെ പോയതാണ് നമ്മുടെ അപരാധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. കർത്താവ് തരുന്ന ബോധ്യങ്ങൾ, വചന വെളിച്ചങ്ങൾ നമുക്ക് നന്ദി പറയാം. ശക്തിയോടെ കരമടിച്ച് അടുത്ത് നിൽക്കുന്ന 10 പേർ കേൾക്കാവുന്ന വിധത്തിൽ കരമടിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികവും ആത്മീകവുമായ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എന്തരങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ വെട്ടട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങളെ ഹൃദയത്തിൽ ഓർക്കാം. ശാന്തതയോടുകൂടെ ജീവിക്കാൻ ഈശോ ഹൃദയ എളിമയും ശാന്തതയുമുള്ളവനുമായിരുന്നത് പോലെ ഹൃദയ എളിമയും ശാന്തതയുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ.
എന്നത് ഒരു നിയോഗമാകട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയം എനിക്ക് ലഭിക്കണം എന്നത് എൻ്റെ ഒരു നിയോഗമായി തീരട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ ഭവനങ്ങളില്ലാത്തവരെയും ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവരെയും ജയിലുകളിൽ കഴിയുന്നവരെയും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളിലും കഴിയുന്നവരെ, വിദേശങ്ങളിലും അന്യസംസ്ഥാനങ്ങളിലും ഭവനങ്ങളിൽ നിന്നകന്ന് ജോലിക്കായി പഠിക്കാനൊക്കെയായി ദൂരദേശങ്ങളിലായിരിക്കുന്നവരെയും കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, മരണാസന്നരായിട്ടുള്ളവർ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ ഓപ്പറേഷന് വേണ്ടി ഇന്ന് ഈ രാത്രിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ സമർപ്പിക്കാം. പല രോഗങ്ങൾക്ക്, ക്യാൻസർ അടക്കമുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓർക്കാം, പ്രാർത്ഥിക്കാം. നാളെ വ്യാഴാഴ്ച ഈ ആലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ ഇവിടെയും ഓൺലൈനിലുമൊക്കെയായി പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കളെ പ്രത്യേകം ഇപ്പോഴേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങൾക്ക് അവിലയിലേക്ക് വരാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും മടങ്ങിപ്പോകാനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമപ്പെടട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നാളത്തെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിൻ്റെ സുഗന്ധവും വെളിച്ചവുമുള്ള ശുശ്രൂഷയായിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഒരു പുത്തൻ പെന്തക്കോസ്തയുടെ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ തിരുനടയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും തൻ്റെ വചനം കേൾക്കാൻ ഹൃദയം കൊടുക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ അഭിഷേകങ്ങൾ സമൃദ്ധമായി വർഷിക്കുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ നവീകരിക്കുന്ന, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, പ്രാർത്ഥനാ ചൈതന്യത്തിൽ തീക്ഷ്ണതയോടുകൂടെ നിലനിർത്തുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്